ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്റ്റൽ. നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം പേപ്പർ 1, പേപ്പർ 2 എത്രയായിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന നേരത്തെ ഏകദേശം കട്ട് ഓഫ് എത്ര വരും എന്ന് നമുക്ക് ഓരോ സബ്ജക്റ്റിലും മുൻകാല എക്സാമുകൾ വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനേക്കാൾ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന നെറ്റ് എക്സാമിനേഷന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള പേപ്പർ 2, ആ പേപ്പർ 2 നിങ്ങൾ വളരെ കൃത്യതയോടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളത് ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെ PGയുടെ പഠനം മുതൽക്ക് തന്നെ വളരെ നല്ലൊരു ശ്രദ്ധ അതിന് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഈ വീഡിയോക്ക് താഴെയായിട്ട് നിങ്ങളുടെ പേപ്പർ 2 ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പേപ്പർ 2 എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. അതേ സമയത്ത് പേപ്പർ 1 10 യൂണിറ്റുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ 2ൽ നിന്നും വളരെ വ്യത്യസ്തമാക്കപ്പെട്ടതാണ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, റിസർച്ച് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ICT, കോംപ്രഹെൻഷൻ, മാത്ത്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, ഹയർ എഡ്യൂക്കേഷൻ, ദെൻ പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്. ഇങ്ങനത്തെ 10 യൂണിറ്റുകൾ അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 10 യൂണിറ്റുകളിൽ നിന്നും നമുക്ക് ഒരു 100 മാർക്കിന്റെ ചോദ്യമാണ് വരാൻ വേണ്ടി പോകുന്നത്, അതായത് 50 ക്വസ്റ്റ്യൻസ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 80+ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് JRF വരെ കിട്ടും. നിങ്ങൾ മുൻകാലങ്ങളിൽ JRF ക്ലിയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നെറ്റ് എക്സാമിനേഷൻ പാസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരോട് ചോദിച്ചു നോക്കൂ അവർക്ക് പേപ്പർ 1ൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ പേപ്പർ 1നെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പേപ്പർ 2 ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ പേപ്പർ 1ന് നമുക്ക് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, കോംപ്രഹെൻസീവ് ആയിട്ട് മുഴുവൻ ക്ലാസ്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. അത് ക്രിസ്റ്റലിൽ ഓൾറെഡി അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതേ സമയത്ത് ഒരു 50 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പേപ്പർ 1ൽ ഒരു 80+ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും സിംപ്ലിഫൈഡ് ഒരു ഫോർമാറ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് വി ആർ ഹാവിങ് വൺ സൂപ്പർ കോഴ്സ്. ആ ഒരു സൂപ്പർ കോഴ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 50 days സൂപ്പർ പ്ലാൻ ടു സ്കോർ 80+ മാർക്സ് ഇൻ പേപ്പർ 1. അങ്ങനെ ഒരു 50 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനർ കം ടെസ്റ്റ് സീരീസ്, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത, ഏപ്രിൽ 23-ന് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ജൂൺ 11 വരെയുള്ള ഒരു 50 ദിവസത്തേക്കാണ് ഇതിന്റെ കോഴ്സ് പ്ലാൻ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ അഡീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു യൂണിറ്റ് എടുത്ത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ്. നിങ്ങൾ ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ നിലവിലുള്ള ചിലപ്പോൾ നിങ്ങൾ ക്രിസ്റ്റലിൻ്റെ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതാണ് ഡേ 1 സെൽഫ് ലേണിംഗ്. ഡേ 2 അതിൻ്റെ MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഡേ 3 PYQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിസ്റ്റലിൻ്റെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിലൂടെയാണ്. ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ കാർവ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള MCQs ഉണ്ട്, ദെൻ PYQs ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡേ 1ൽ നിങ്ങൾ സെൽഫ് ലേണിംഗ്, അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ക്രിസ്റ്റലിൻ്റെ ക്ലാസ്സസ് കണ്ടിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അത് വേണ്ടവർക്ക് അത് സ്വീകരിക്കാം. സോ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഡേ 2ൽ നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യുന്നു. ഡേ 3ൽ നിങ്ങൾ PYQs പ്രാക്ടീസ് ചെയ്യുന്നു. ഡേ 4ൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ നോട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഏറ്റവും കോർ ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് അതിൽ നിന്നുള്ള ഡൗട്ട് ക്ലിയറൻസും, അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തായിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു യൂണിറ്റിന് ഏറ്റവും ചുരുങ്ങിയത് 4 ദിവസം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഓരോ യൂണിറ്റുകളും ഇതുപോലെ കവർ ചെയ്യും. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, മാത്ത് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ പലപ്പോഴും ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 13 ദിവസത്തെ ഒരു പ്ലാൻ തന്നെ നമ്മൾ ഈ 50 ദിവസത്തെ പ്ലാനിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മാത്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 13 ദിവസം ദാറ്റ് വിൽ ബി സഫിഷ്യൻറ്റ് ടു സ്കോർ 10+ മാർക്സ്. ഓക്കെ, അതായത് നമുക്ക് 20 മാർക്കിന് വരെ ചോദിക്കും. അതിൽ 10+ മാർക്കെങ്കിലും നമുക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഡെഫിനറ്റ്ലി അത് നിങ്ങൾ JRFലോട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ 13 ദിവസം വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത,
നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ലൈവ് സെഷൻസ് വരുന്നുണ്ട് ഫോർ സം വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എസ്പെഷ്യലി ലൈക്ക് കോംപ്രഹെൻഷൻ ഒന്നും ക്ലാസ്സുകൾ നമ്മൾ എവിടെയെങ്കിലും വായിച്ചിരുന്ന് പഠിക്കേണ്ടതല്ല, അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്പെഷ്യൽ സെഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അവസാനത്തേക്ക് നമ്മളൊരു 3 ഫുൾ ടെസ്റ്റ് നടത്തുന്നുണ്ട് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. നേരത്തെ പറഞ്ഞ PYQs ആവട്ടെ, MCQs ആവട്ടെ, ഇതൊക്കെ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ദെൻ പറഞ്ഞതുപോലെ അവസാനത്തേക്ക് 3 ഫുൾ ടെസ്റ്റുകൾ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു 50 ദിവസം കൊണ്ട് നിങ്ങൾ സൂപ്പർ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്ന ഒരു അപ്രോച്ചാണ് പേപ്പർ 1-ൽ നമ്മൾ ഈ ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ അത്യാവശ്യം സമയമൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു 1000-ലേറെ വരുന്ന ക്വസ്റ്റ്യൻസ്, അത് യൂണിറ്റ് വൈസും ഉണ്ട്, പ്ലസ് ഫുൾ ടെസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു 1000 MCQs-ന്റെ ഒരു എക്സ്ട്രാ ബോണസും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതിനാകെ വരുന്നത്, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് പക്ഷെ ഒരുപാട് 1000-ങ്ങളും 10,000-ങ്ങളും കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലേ. സോ ഒട്ടും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ തന്നെ വി ആർ ഹാവിങ് ദിസ് ബ്യൂട്ടിഫുൾ 50 days പ്രോഗ്രാം ജസ്റ്റ് ഫോർ ₹499. വെറും 499 രൂപക്ക് ഒരു വർഷത്തെ ആപ്ലിക്കേഷൻ ആക്സസോട് കൂടിയാണ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി പോകുന്നത്. റിമെമ്പർ ദാറ്റ് ഏപ്രിൽ 23-ന് നമ്മൾ ഇപ്രാവശ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഒട്ടും മിസ്സാക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുക. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. രണ്ടാമത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാം. അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഒന്ന് നിങ്ങൾ നോക്കുക. അതിനു വേണ്ടി നിങ്ങൾ ക്രിസ്റ്റലിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓഫീസ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഒട്ടും മിസ്സാക്കണ്ട. നിങ്ങൾ ഇപ്രാവശ്യം നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ എവിടെ കോച്ചിങ് പഠിച്ചാലും എവിടെ സെൽഫ് സ്റ്റഡി നടത്തിയാലും ദിസ് ഈസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് കോഴ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് എക്സാമിനേഷൻ സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അങ്ങനെ കാർവ് ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് 50 ദിവസത്തെ സ്റ്റഡി പ്ലാനറാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഒട്ടും വൈകിക്കേണ്ട, ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ചില കോഴ്സുകളെ കുറിച്ച് അറിയുമ്പോൾ ആരും അറിയരുത് എന്ന് വിചാരിക്കും. അതിലൊന്നും കാര്യമില്ല. നമുക്ക് നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒട്ടും മിസ്സാക്കാതെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.